നോക്കൂ, കോൺഗ്രസിന്റെ ഏത് നേതാവിനോട് ചോദിച്ചാലും അവർ പറയുന്നത് ഇങ്ങനെയാണല്ലേ, ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുക. ഹൈക്കമാൻഡ് പിന്തുണ ഈ 3 നേതാക്കളിൽ ആർക്കായിരിക്കും? നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, സ്വാഭാവികമായും കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നവരിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ. പക്ഷേ കെ സി വേണുഗോപാലിന് കേരളത്തിലേക്ക് രാഷ്ട്രീയ ചുവട് മാറ്റണമെങ്കിൽ മറ്റ് നേതാക്കളുടെ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ അനുമതി വേണ്ടതുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ എന്താണ് എന്ന് തീർച്ചയായും ആകാംക്ഷയുമുണ്ട്. നോബിൾ, വിനീത, കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഹൈക്കമാൻഡ് ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് തീരുമാനങ്ങളിലേക്കൊന്നും ആരുടെ പേരുമായി ബന്ധപ്പെട്ട പിന്തുണയൊന്നും ഹൈക്കമാൻഡ് പറഞ്ഞില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറേ നാളത്തായി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കെ സി വേണുഗോപാൽ. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയുമായും മറ്റ് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള ഗാന്ധി കുടുംബവുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ്. സ്വാഭാവികമായും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം ഹൈക്കമാൻഡ് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് വിശദമായി തന്നെ ചർച്ച ചെയ്ത ശേഷം ഒരു തീരുമാനം അതിൽ പറയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഹൈക്കമാൻഡ് എന്താണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ചർച്ചകൾക്കും ചെവി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. തൽക്കാലം ഫലം വരട്ടെ, അതിനുശേഷം കൃത്യമായി തന്നെ കൂടിയാലോചന ഉണ്ടാവും. ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പ്രതിനിധി സംസ്ഥാനത്തേക്ക് പോകും, പ്രതിനിധി അവിടെ പോയി MLA-മാരെ കാണും, അതിനുശേഷം വിശദാംശങ്ങൾ ശേഖരിക്കും, അതിനുശേഷം മടങ്ങിയെത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ട തീരുമാനങ്ങളിലേക്ക് പോകും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിന് താല്പര്യം അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അതിന് പച്ചക്കൊടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഘട്ടത്തിൽ. ഇതാണെങ്കിലും വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ മുഖ്യമന്ത്രി ഉണ്ടാവുകയുള്ളൂ എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇപ്പോൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UDF അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായി പറയാൻ കഴിയൂ. പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. നോബിൾ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. VDO, RCO, KCO നമുക്ക് കാത്തിരുന്ന് കാണാം.